കർത്താവ് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നീ ഒന്നിൽ വീഴ്ച വരുത്തിയാൽ മകനെ നീ 99 വീഴ്ച വരുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ദൈവം മോളിൽ നിന്ന് നമ്മളെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ അടിമുടി കാണാം. ദൈവത്തിന് നമ്മുടെ ഇന്നലെ അറിയാം, ദൈവത്തിന് നമ്മുടെ ഇന്ന് അറിയാം, ദൈവത്തിന് നമ്മുടെ നാളെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന് അറിയാം. കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് കൈയടിക്കുന്നതെന്ന് ആർക്കറിയാം? അതും ദൈവത്തിന് അറിയാം. IELTS പരീക്ഷ കിട്ടുന്നത് വരെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കിട്ടിക്കഴിയുമ്പോഴോ ഹല്ലേലൂയ ഇല്ല. അപ്പൊ കർത്താവിന് ഇതറിയാം. ചങ്കിന് നേരെ ഒരു ആയുധം വരുമ്പോ ചങ്ക് വിരിച്ചു നിന്നിട്ട് ഞാൻ യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന ഒരു വിശ്വാസമാണോ എന്ന് തമ്പുരാൻ അറിയാം. അതോ ചിലതൊക്കെ നടക്കാനും ചിലതൊക്കെ സ്വന്തമാക്കാനും ചിലതൊക്കെ കൈവശം വെക്കാനും വേണ്ടി മാത്രം കൈനീട്ടുന്നതാണോ എന്നും തമ്പുരാൻ അറിയാം. 9 എണ്ണത്തിലും നീ കൃത്യമായി കർത്താവിന്റെ സ്നേഹത്തിൽ ജീവിക്കുകയും 10ാമത്തൊന്ന് അതിൽ നീ പരാജയപ്പെടുകയും ചെയ്താൽ കർത്താവ് പറയുന്നു നീ എല്ലാറ്റിലും പരാജയപ്പെട്ടു. IELTS 4 മൊഡ്യൂളുണ്ട്, 3 എണ്ണത്തിൽ ജയിച്ചിട്ട് കാര്യമില്ല, 4ാമത്തതിലും ജയിക്കണം.